ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. രാവിലെ നമ്മൾ റെഡിയായി അമ്പലത്തിൽ പോവുകയാണ്. ഇന്നൊരു നല്ലൊരു ദിവസമാണ് കേട്ടോ. കുറച്ച് ദിവസം അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കും, പറ്റുകയില്ല കേട്ടോ. വീട്ടിലെ കാര്യങ്ങളും തിരക്കൊക്കെ ആകുമ്പോൾ നമ്മൾ പോകണമെന്ന് വിചാരിക്കും, പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മൾ റെഡി ആവുകയാണ്. ഈ ഡ്രസ്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ എന്താ ലിങ്ക് താഴെ കൊടുത്തേക്കാം, വാങ്ങിക്കൂ. അത് ഡ്രസ്സായാലും നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. 3/4 സ്ലീവാണ്, നമുക്ക് വിത്ത് പാൻസ് വരുന്നുണ്ട്. വലിയ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ചൂട് സമയത്താണ് ഇട്ടത്, വലിയ ചൂടൊന്നുമില്ല കേട്ടോ. നെക്ക് ഇങ്ങനെയാണ് കേട്ടോ, നെക്കിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയണത്. അപ്പോൾ എനിക്കിഷ്ടമായി, നല്ല കംഫർട്ടും ഉണ്ടായിരുന്നു. ഞാൻ ലിങ്ക് എന്തായാലും ഇട്ടേക്കാം, നിങ്ങളെന്തായാലും ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഡ്രസ്സ് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ മോനൂട്ടന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം കിട്ടി കേട്ടോ. അപ്പോൾ അത് കഴിക്കുകയാണ്. ഇനി വേറൊരു അമ്പലത്തിനും കൂടി പോകണം. അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം തന്നെയാണ് കേട്ടോ. അവിടെ ഉത്സവം നടക്കുകയാണ്, അപ്പോൾ അവിടെയും കൂടി പോകണം. അങ്ങനെ നല്ല പ്രസാദമായിരുന്നു. നമ്മുടെ ഈ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദത്തിൽ സാധാ ഈ കൽക്കണ്ട ഇട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇത് കുഞ്ഞു കുഞ്ഞു കൽക്കണ്ട ഇട്ടൊന്ന് ഭയങ്കര ടേസ്റ്റായിരുന്നേ. പിന്നെ നമ്മൾ അമ്പലത്തിൽ തൊഴുതു. എന്നിട്ട് നമ്മൾ നടന്ന് പോണ വഴിക്കും അമ്പലം ഇങ്ങനെ വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നേ. ഒരു ഓട്ടോ പിടിച്ച് പോകാമെന്ന് വിചാരിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ച് വേണ്ട, നടന്ന് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ നടന്ന് പോകുന്നത് ഒരു രസമല്ലേ. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. മഴക്കോളം ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര ചൂടായിരുന്നേ. അപ്പോൾ എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നടന്ന് പോവാണ്. മക്കളുണ്ടായിരുന്നു കൂടെ. മോനോ ആണെങ്കിൽ പ്രസാദം കിട്ടിയിട്ട് കയ്യിൽ നിന്ന് തരുന്നില്ല കേട്ടോ, അവൻ വെച്ചോളാന്ന് പറഞ്ഞ് അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ പാറക്കുട്ടിയെല്ലാം ഉണ്ട്, അങ്ങനെ നടക്കുകയാണ്. പോണ വഴിക്ക് ഇങ്ങനെ കപ്പക്കയൊക്കെ നിൽപ്പുണ്ടായിരുന്നേ. ചിലതൊക്കെ നല്ല പഴുത്ത് കൊത്തിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ കാക്ക ഫുള്ളും കഴിക്കണമില്ല, അങ്ങനെ ഇരിക്കണം കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും കേട്ടോ. നല്ല രസമായിരുന്നേ. അങ്ങനെ പിന്നെ ഞാൻ അന്ന് ഫുള്ളും തലവേദന എടുത്ത് കിടപ്പായിരുന്നേ. വീട്ടിൽ പോയിട്ട് വന്നിട്ട് ഭയങ്കര തലവേദനയായി. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ പിന്നെ രാവിലെ നമ്മൾ പുട്ടാണ് ഉണ്ടാക്കണത്. പുട്ടിന് എനിക്ക് ഈ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത്തെ കാര്യം, കുഞ്ഞിൽ നമ്മൾ ചിരട്ട വെച്ച് കളിക്കില്ലേ, ആ ഒരു ഫീലിംഗാണ് എനിക്കിത് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, വീട്ടിലെല്ലാവർക്കും ഉള്ളത് നമ്മുടെ ഈ ഒന്നിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. മറ്റേ പുട്ടാണെങ്കിൽ ഇങ്ങനെ കുഴൽ പോലെ വെച്ച് പിന്നെ കുത്തിയെടുത്ത് അടുത്ത് നെക്സ്റ്റും കയറ്റി, അതൊക്കെ ഒരു പാടാണ്. അപ്പോൾ ഇതാകുമ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമായിട്ടും തോന്നിയിട്ടുണ്ട്, നല്ല രസമായിട്ടും തോന്നിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് പുട്ടൊക്കെ വെച്ച് നമ്മൾ അടച്ച് വെച്ച് കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോണത് കടലക്കറിയാണ്. കടലക്കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ സവാള അരിഞ്ഞ് എണ്ണ ഒഴിച്ച് സവാള ഇട്ട് ഇഞ്ചി ഇടും കേട്ടോ. ഇഞ്ചി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ എന്തിടുന്നറിയാമോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ ഞാൻ പറയണത് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അവർക്ക് ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അറിയാമെന്നുള്ളൊരു വിട്ടേക്ക്. പിന്നെ ഉപ്പും കൂടി ഇട്ട് വേണം നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കും. മഷി പോലെ അരച്ചെടുക്കണം. തണുത്തതിന് ശേഷമാണ്. അങ്ങനെ നമ്മൾ തണുത്തതിന് ശേഷം അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ചട്ടിയിലൊഴിച്ച് നന്നായിട്ട് തിളയ്ക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കടല വേവിച്ചത് അതും കൂടി അരച്ച് ആഡ് ചെയ്യണുണ്ട്. അപ്പോൾ നല്ല കൊഴുത്ത കടലക്കറി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. നല്ല കൊഴുപ്പ്, നല്ല ഇങ്ങനെ നല്ല കുറുകിയ കടലക്കറി കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് നമ്മളിനി ചേർക്കാൻ പോണത് കടല വേവിച്ചതും കൂടി ആഡ് ചെയ്ത്, പിന്നെ നമുക്ക് ഗരം മസാല ആഡ് ചെയ്യാം. വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ എന്തായാലും കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട്. അവർ എരിയാണെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കടല ആഡ് ചെയ്തു.
പുട്ടൊക്കെ റെഡിയായി, കടലയും റെഡിയായി. പിന്നെ ഹസ്ബൻഡിന് കൊടുത്ത് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഗോതമ്പ് പുട്ടും കടലക്കറിയും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് പുട്ടായിരുന്നു. നമ്മൾ സോഫ്റ്റായിട്ട് ചെയ്യണതിനൊരു നന്നായിട്ട് കുഴച്ചിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെയും ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആകും കേട്ടോ. പിന്നെ ഇതാണ് മോനിൻ്റെ പണി എന്ന് പറയുന്നത്. ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ട് വരിക, സോക്സ് കയ്യിലെടുത്തിടുക, ഇതൊക്കെയാണ് കേട്ടോ. ഡ്രസ്സിടും ഊരും, ഇതാണ് അവൻ്റെ പണി. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലോട്ട് കടന്നു കേട്ടോ. ഇതാണൊരു ടാസ്ക് എന്ന് പറയണത്. ഇത് ക്ലീൻ ചെയ്യും, വീണ്ടും കുളവും, ഇതൊക്കെ തന്നെയാണ് എൻ്റെ പണി. എല്ലായിടത്തും ഇത് തന്നെയാണ് കേട്ടോ. ചൂടും കൂടി ആയതുകൊണ്ട് സഹിക്കാൻ വയ്യത്. എന്തോന്ന് ചൂട്, നമ്മൾ വെറുതെ നിന്നാൽ പോലും വേർക്കും. ഞാൻ പൊതുവേ എത്ര ജോലി ചെയ്താലും വേർക്കാറില്ല. വേർക്കണം ഭയങ്കര കുറവാണ് കേട്ടോ. നമ്മളിപ്പോൾ നടന്നാലും എനിക്ക് വേർക്ക് ഭയങ്കര കുറവാണ്. ഈ ചൂടായതിന് ശേഷം വെറുതെ നിന്നാലും വേർക്കും കേട്ടോ. അതൊരു പാടാണ്. അങ്ങനെ ചൂടായതുകൊണ്ടുള്ള ഒരിതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടാണ് ഇനി ബാക്കി ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അമ്പലത്തിൽ പോയിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെയാണ് അന്ന് ബ്രേക്ക്ഫാസ്റ്റും നമുക്ക് ഉച്ചയ്ക്ക് ചോറും ഊണും ഉണ്ടായിരുന്നു കേട്ടോ. ഉത്സവം ആയതുകൊണ്ട് തന്നെ കാപ്പിയും ഉണ്ടായിരുന്നു, ഊണും ഉണ്ടായിരുന്നു. അപ്പം നല്ല നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് അമ്പലത്തിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ വെയിൽ കൊണ്ടിട്ട് എനിക്ക് മൈഗ്രെയിനായി. അപ്പം എനിക്ക് ഭയങ്കര തലവേദന, ഒട്ടും സഹിക്കാൻ വയ്യ കേട്ടോ. വെയിൽ കുറേ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വന്ന വെയിൽ. അതായത് രാവിലെ കാപ്പി കുടിക്കാൻ പോയപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഡ്ഡലിയും നല്ല ചൂട് സാമ്പാറും പരിപ്പ് വടയും പറഞ്ഞപ്പോൾ തന്നെ നല്ല കൊതി വരുന്ന കേട്ടോ. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു. രാവിലെ നമ്മൾ കുളിച്ചിട്ട് മുടി നന്നായിട്ട് ഉണങ്ങിയതുമില്ല, തലയൊക്കെ നേരെ തോർത്തിയതില്ലല്ലോ, പെട്ടെന്ന് പോവുകയല്ലേ. ശേഷം നമ്മൾ ഉച്ചയായപ്പോൾ നമ്മളൊരു 1:30ക്കാണ് പോയത് കേട്ടോ. 12 മണിക്കൊക്കെ പോയാൽ ക്യൂ ആയിരിക്കും എന്നും പറഞ്ഞ് 1:30ക്ക് പോയി. 1:30ക്ക് പോയപ്പോഴും ക്യൂ വെളിയിലോട്ട് കിടക്കണം. അതായത് കുറേ ദൂരം കഴിഞ്ഞിട്ട് റോഡിലോട്ട് കുറേ ദൂരം കേട്ടോ. അപ്പോൾ വെയിൽ കൊണ്ട് എനിക്ക് ഭയങ്കര തലവേദനയൊക്കെ അതാണ്. പിന്നെ അന്നത്തെ വീഡിയോ ഞാനൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത്. ഭയങ്കര തലവേദനയായിരുന്നു. ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും കോഷ്ടി കാണിക്കുക, എന്തെങ്കിലും ചെയ്യാന്നുള്ളതിൻ്റെ പതിവാണ് കേട്ടോ. അതൊരു രസം. പണ്ട് നമ്മൾ കുഞ്ഞായിരുന്നല്ലേ, എൻ്റെ വിചാരം നമ്മൾ പെട്ടെന്ന് വലുതായതുപോലെയാണ് കേട്ടോ. പെട്ടെന്ന് സമയം പോയി, അതാണ് കേട്ടോ. അങ്ങനെ പിന്നെ പാത്രം കഴുകിയാണ്. ഇതാണ് എൻ്റെ മെയിൻ പരിപാടി. കഴുകി തീരൂല, അത്രയ്ക്ക് പാത്രമാണ്. കുറച്ച് ഫുഡ് ഉണ്ടാക്കിയാലും പാത്രം കഴുകാൻ ഒത്തിരി കാണും കേട്ടോ. അങ്ങനെ പാത്രമൊക്കെ കഴുകി അടുത്ത പണിയുണ്ട്. വാവയെ കുളിപ്പിക്കണം, കിടത്തി ഉറക്കണം, ആഹാരം കൊടുക്കണം. അങ്ങനെ പിന്നെ മോനിനെ കുളിപ്പിച്ചേട്ടെ. പിന്നെ കെട്ടിപ്പിടുത്ത ഉമ്മയൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ടാണ് അവനെ കിടത്തി ഉറക്കി. എന്നിട്ട് ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വന്ന് പെട്ടെന്നൊരു കോഫി ഇടാണ്. പിന്നെ നമുക്കിന്നൊരു പരിപാടികളുണ്ട് വൈകുന്നേരം. കുറച്ച് നമ്മളിങ്ങനെ ഹെക്റ്റിക്കായിട്ടുള്ള ജോലിയൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ഹാപ്പി ആയിട്ടിരിക്കാൻ നമുക്ക് പറ്റണമെന്ന് പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോഴാണല്ലേ. അപ്പോൾ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ കുറച്ച് ചില്ലാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സിനിമ കാണാൻ പോവാണ്. അപ്പം ഞാനൊരു കോഫിയൊക്കെ ഇട്ട് എല്ലാവർക്കും കൊടുത്ത് പിന്നെ ഫുഡ് കഴിച്ച് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. ഇപ്പോൾ തന്നെ കുളിച്ച് നമ്മൾ ജോലി ചെയ്തപ്പോൾ വീണ്ടും നമ്മൾ നല്ലതായിട്ട് വേർത്തെ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ചൂടാണ്. അങ്ങനെ പിന്നെ നമ്മൾ റെഡിയായി. പെട്ടെന്ന് തന്നെ സമയമില്ല കേട്ടോ. ഞാൻ 6 മണിക്കാണ് ഷോ, 5:45 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കേട്ടോ. ഇത് പിന്നെ നമ്മൾ കഫ്താൻ വാങ്ങിച്ചു കേട്ടോ. നല്ലൊരു കഫ്താനാണ്, നല്ല ക്വാളിറ്റിയാണ്, നല്ല കംഫർട്ടാണ് വെയർ ചെയ്യാനെല്ലാം. പ്രഗ്നൻ്റ് ആയവർക്കൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല സുഖമല്ലേ. കുറച്ച് വലിയൊരു സൈസായതുകൊണ്ട് തന്നെ നമുക്ക് ലൂസ് ഫിറ്റായിട്ട് കിടക്കും. അപ്പോൾ നല്ല കംഫർട്ടായിരിക്കും. നിങ്ങൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഓടിപ്പോയി വാങ്ങിച്ചോട്ടെ. ഞാൻ എന്തായാലും ലിങ്ക് നിങ്ങൾ താഴെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടെ ഒരു മൂവിയാണ് നമ്മൾ കാണാൻ പോയത്. കുറച്ച് നാൾക്ക് ശേഷം നല്ല കഥയുള്ളൊരു ഫിലിം കേട്ടോ. കുറച്ച് നാളായി നമ്മൾ ഫിലിം കാണാൻ പോയിട്ട്. നല്ലൊരു സിനിമയുടെ റിവ്യൂ കേട്ടിട്ടാണ് നമ്മൾ പോകാറുള്ളത്. നല്ല സിനിമയാണെങ്കിൽ മാത്രമേ പോകാറുള്ളൂ കേട്ടോ. പക്ഷേ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. കുറച്ച് നാൾക്ക് ശേഷം കണ്ട നല്ലൊരു സിനിമ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. താങ്ക് യു.